ഹേ ഗായ്സ്, നമുക്ക് ഇന്നൊരു ഡെയിലി മേക്കപ്പ് റൂട്ടീൻ നോക്കിയാലോ. എല്ലാവർക്കും ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴോ വാട്ടവർ എവിടെ പോയാലും എന്നും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലുക്ക് അതാണെന്ന് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് സൺസ്ക്രീൻ ആണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അക്കോളജിക്ക റേഡിയൻസ് 2V സൺസ്ക്രീൻ ആണ്. SPF 50+ ഉണ്ട് ഇതിൽ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആവും, ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീം ആണ്. ഇങ്ങനെ ഒരുമാതിരി ഒട്ടിപ്പിടിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഞാൻ മുമ്പ് ഒരുപാട് സൺസ്ക്രീൻസ് വേറെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോഴെന്തോ ആ സൺസ്ക്രീൻസ് ഒന്നും എൻ്റെ സ്കിൻ ടൈപ്പിന് മാച്ച് ആയിട്ടില്ല. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഇത് ഭയങ്കര ഓയിലി ആയിട്ടൊന്നുമില്ല. അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് സൺസ്ക്രീമാണ്. നിങ്ങൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഏതാണോ സ്യൂട്ട് ആവുന്നത് അതനുസരിച്ച് മേടിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിവിടെ കുറച്ച് സൺസ്ക്രീമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒരു 1 ഫിംഗറിലൊക്കെ ഞാൻ സൺസ്ക്രീം എടുക്കാറുള്ളൂ. പലരും ചെയ്യുന്ന പോലെ 2 ഫിംഗർ 3 ഫിംഗർ ആ ഒരു രീതിയിലൊന്നും ഞാൻ എടുക്കാറില്ല. ഞാൻ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും കുറച്ച് മിനിമം ക്വാണ്ടിറ്റിയിലേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോഴേ നമുക്കൊരു നാച്ചുറൽ ആ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. എനിക്ക് കുറച്ചും കൂടി അതായിട്ടാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് പ്രൈമറാണ് കേട്ടോ. ഈ ഒരു പ്രൈമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഇപ്പോൾ എൻ്റെ കറണ്ട് ഫേവററ്റിലുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ഇത് ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും. തൊടുമ്പോഴേ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊരു ലൈറ്റ് പിങ്ക് കളറിലാണ് ഈ ഒരു പ്രൈമർ വരുന്നത്. പ്രൈമർ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണെന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈമറാണ് നമ്മുടെ മേക്കപ്പിന് കുറേ കൂടെ സമയം ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. സോ പ്രൈമർ യൂസ് ചെയ്യുക. രണ്ടാമത് ലാക്മേയുടെ CC ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫൗണ്ടേഷൻസിനെ കാട്ടി CC ക്രീംസോ അല്ലെങ്കിൽ BB ക്രീംസോ ഒക്കെയാണ് കുറച്ചും കൂടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു CC ക്രീം വന്നിട്ട് ലാക്മേയുടെ 9 to 5 സ്കിൻ സ്റ്റൈലിഷ് കളക്ഷൻ്റെ ക്രീമാണ്. നമുക്കിത് വേണമെങ്കിൽ കൈ കൊണ്ടും ബ്ലെൻഡ് ചെയ്യാം. ബട്ട് ഞാനിവിടെ ഈ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ക്രീം യൂസ് ചെയ്യുമ്പോഴും മിനിമം ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യുക. നമ്മൾ CC ക്രീം ആയിക്കോട്ടെ BB ക്രീം ആയിക്കോട്ടെ, ഏതൊരു ക്രീം ആയാലും നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയ ഒരു ക്രീമേ മേടിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് ഈ പുട്ടി അടിച്ച് വെച്ചേക്കുന്നൊക്കെ പറയില്ലേ, അതേമാതിരി ആയിപ്പോവും. എൻ്റെ സ്കിൻ ടൈപ്പിന് ഈ ഒരു CC ക്രീം പെർഫെക്റ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് വാരി വലിച്ചങ്ങിടാതെ കുറേശ്ശെ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഈ ഒരു നാച്ചുറൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ കൺസീലറാണ്. നമ്മുടെ അണ്ടർ ഐസിലൊക്കെ നല്ല ഡാർക്കായിട്ട് ഇരിക്കുവാണെങ്കിൽ ഈ കൺസീലർ യൂസ് ചെയ്യാം. അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ ഐസിൻ്റെ അണ്ടറിലൊക്കെ നല്ല ഡാർക്ക്നെസ് ഉണ്ട്, ഒരുപാടില്ല എന്നാലും ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ ഞാനത് കവർ ചെയ്യാനായിട്ട് ഈ ഒരു കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസീലറും ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ നൈക്കെന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഇനി യൂസ് ചെയ്യുന്ന ബ്ലഷാണ്. ഞാനൊരു ബ്ലഷ് ലവറാണ് കേട്ടോ. എനിക്ക് ബ്ലഷസ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്ലഷ് ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യും. ഇത് ബ്ലൂ ഹെവൻ്റെ ബ്ലഷാണ് കേട്ടോ. ഒരുപാട് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഇതേപോലെയുള്ള ബ്ലഷസ് യൂസ് ചെയ്യാതെ പൗഡർ ബ്ലഷസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിക് ആയിരിക്കും. എനിക്കിവിടെ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് ഈ ഒരു ബ്ലഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇത് മാത്രമല്ല പൗഡർ ബ്ലഷുകൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പോൾ ഈ ഒരു ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു നാച്ചുറൽ ഗ്ലോയിങ് ലുക്കാണ് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ കോമ്പാക്ട് പൗഡറാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ലാക്മേയുടെ ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ ഒരുപാട് പ്രോഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഫൈനലി ഞാൻ എത്തി നിൽക്കുന്നത് ലാക്മേയിലാണ്. ലാക്മേയുടെ എല്ലാ പ്രോഡക്ട്സും അത്യാവശ്യം എൻ്റെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഒരു പ്രൊഡക്ട്സ് ആണ്. നമുക്ക് മേക്കപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ കോമ്പാക്ട് പൗഡർ. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് കമ്പൽസറി ആയിട്ടും വേണം.
നിങ്ങൾ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കോമ്പാക്ട് പൗഡർ മേടിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പിന് കുറച്ചുകൂടി സമയം ഈ ഒരു കോമ്പാക്ട് പൗഡറിന് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത്യാവശ്യം ലോങ് ലാസ്റ്റിക് ആയിട്ട് നമ്മുടെ മേക്കപ്പ് ഇരിക്കണമെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാം. ഞാൻ ഐബ്രോസിൽ വേറെ ഒന്നും ചെയ്യാറില്ല, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാറേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐബ്രോസ് നല്ല തിക്കാണ് കേട്ടോ, നല്ല തിക്കും ഡാർക്കും ആണ്. അതുകൊണ്ട് എനിക്ക് അതിൽ വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ചെയ്താൽ തന്നെ ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ ഒരു ഇത് ഞാൻ സ്കിപ്പ് ചെയ്യും. ജസ്റ്റ് ബ്രഷസ് കൊണ്ട് ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. ഇനി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഷാഡോ ആണ്. ഇത് മാൾസിന്റെ ഐഷാഡോ ആണ്. ഇത് ഞാൻ നൈക്കയിൽ തന്നെയാണ് വാങ്ങിച്ചത്. ഞാനിവിടെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഐഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന ഐലൈനർ ആണ്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഞാൻ ഈ ഐലൈനർ ഒന്നും എഴുതാതെ എങ്ങോട്ടും പോകാറില്ല കേട്ടോ. ഈ ഒരു ഐലൈനർ എഴുതാതെ എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് പോലും കംപ്ലീറ്റ് ആവാറില്ല. ഞാൻ ഒരുപാട് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഐലൈനർ എഴുതുന്ന ഒരാളാണ്. സോ എനിക്ക് ഐലൈനർ കമ്പൽസറി ആണ്. ഞാൻ വർഷങ്ങളായിട്ട് ഡാസ്ലറിന്റെ ഐലൈനർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ഒന്നും ആകത്തില്ല. ഐലൈനർ എഴുതി കഴിഞ്ഞാലും നമ്മൾ ആ വെച്ച സാധനം വെച്ചെടുത്തിരിക്കുമെന്ന് പറയില്ല, അതേപോലെയാണ്. എവിടെയാണോ വെച്ചത് അവിടെ തന്നെ ഇരുന്നോളൂ, സ്പ്രെഡ് ആവത്തില്ല. വെള്ളം നനഞ്ഞാൽ കൂടി ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ആ ഒരു ടൈപ്പൊന്നുമില്ല. നല്ലൊരു ഐലൈനറാണത്. ഇനി നമുക്ക് വേണ്ട ലിപ്സ്റ്റിക് ഇല്ലാതെ പിന്നെ ഒരു കളിയില്ലല്ലോ. ഞാൻ ഇതും ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് തന്നെയാണ്. ഞാൻ ഒരുപാട് ലിപ്സ്റ്റിക് ഷെയ്ഡ്സുകളും ലിപ്സ്റ്റിക് ടൈപ്സുകളും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ വേറെ ഒരു ലിപ്സ്റ്റിക്സും എൻ്റെ ലിപ്സിന് മാച്ച് ആയിട്ടില്ല. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ന്യൂഡ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ന്യൂഡ് ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നാച്ചുറൽ ആൻഡ് സിമ്പിൾ ലുക്ക് കിട്ടും. ഈ ഒരു ലിപ്സ്റ്റിക്കും ഒരു ദിവസം ഫുള്ള് നിൽക്കും കേട്ടോ. ഞാനിപ്പോൾ രാവിലെ ചെയ്തിട്ട് വർക്കിന് പോയി കഴിഞ്ഞാൽ രാത്രി വീടെത്തുന്നത് വരെ ഈ ഒരു ലിപ്സ്റ്റിക് എൻ്റെ ചുണ്ടിന്മേൽ തന്നെ കാണും. അത്രയ്ക്ക് പെർഫെക്റ്റ് ലിപ്സ്റ്റിക്കാണിത്. ഓക്കെ, ദെൻ ഫൈനലി ഒരു പൊട്ടും കൂടി വെച്ച് കൊടുക്കാം. ഇപ്പം എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നന്നായിട്ടല്ലേ? 10 മിനിറ്റിനകം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി മേക്കപ്പ് ലുക്കാണ്.